ഫാമിലി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ +2 ഈരേ ബാച്ചിനെ മക്കൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തതിനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ +1 ഒക്കെ കഴിഞ്ഞ എക്സാംസ് ഒക്കെ എഴുതി കുറേ പേർക്ക് എക്സാംസ് വളരെയധികം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ അഗ്നി ബാച്ചിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റുഡൻറ് റിലേഷനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഈസി ആയിരുന്നു മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇനി +2 ഈരേ ബാച്ചിലേക്ക് ഞങ്ങളും ഉണ്ട് മിസ്സിൻ്റെ കൂടെ, അടിപൊളിയായിട്ട് ഞങ്ങൾ +2 നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ തന്നെ എന്താണ് കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് എന്തുണ്ടാവും, കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ, എന്താണ് ഈരേ ബാച്ചിൽ ഉള്ളത്. ഇപ്പം അഗ്നി ബാച്ചിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ അറിയുന്നുണ്ടാവും അല്ലേ എന്തായിരുന്നു നമ്മൾ ചെയ്തത് എന്നെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആൻഡ് നമ്മുടെ +2 ഈരേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ചിലപ്പോൾ +2 അല്ലേ +2ലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ബാച്ചിൽ നിന്ന് +2 നമ്മുടെ ഈരേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ +1 ഇല്ലാതെ എനിക്ക് +2 എങ്കിലും നല്ലപോലെ പഠിക്കണം, അതുകൊണ്ട് എക്സാമിനറിൽ ജോയിൻ ചെയ്യണം എന്നറിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ +2 ഈരേ ബാച്ച് എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4000 റുപ്പീസാണ് നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ 4000 റുപ്പീസാണ് നിങ്ങളുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയണം. ഒന്നുമില്ല, നമ്മുടെ +2ൻ്റെ ഫുൾ കംപ്ലീറ്റ് സിലബസിൻ്റെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ +2 ഈരേ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ +2ൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടിലെ എല്ലാ സബ്ജക്ട്സും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്താണ് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. എക്സാമിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് യൂട്യൂബിലും ബാച്ചസിലും ഒക്കെ നിങ്ങൾ കണ്ട ആൾക്കാരാണ് അല്ലേ. അപ്പം പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ നോട്ട്സ് അല്ലെ, ക്ലാസ്സസിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് PDF രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കുള്ളത് +2ൻ്റെ ഫുൾ സിലബസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും 2023-24. ഓക്കെ, ആൻഡ് ഓൾസോ എന്താണ് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് PYQs ഉണ്ടായിരിക്കും, ഫ്രീ റിവിഷൻ ബാച്ച്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ എക്സാം അടുക്കുന്തോറും നമ്മളൊരു റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ +2 ഈരേ ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, ആൻഡ് PYQ സെഷൻസ് ഉണ്ടാവും. നമുക്കറിയാം വെറുതെ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, നമുക്ക് എങ്ങനെയാണ് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ഏരിയകളാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ വർഷങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാവും, ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എന്താണ് മക്കളെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ +2 ഈരേ ബാച്ചിൽ ചേരുവാണ്, നിങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങോട്ടേക്കും കൂടെ ജോയിൻ ആവുന്നതായിരിക്കും, നമ്മുടെ റിവിഷൻ ബാച്ചിലേക്ക് കൂടെ ജോയിൻ ചെയ്തായിരിക്കും കേട്ടോ. ആൻഡ് ഓൾസോ റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും മിസ് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലാസ്സസ് വിൽ ബി റെക്കോർഡഡ് ആൻഡ് ലൈവ് സെഷൻസും എന്തായാലും അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ നോട്ട്സ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്ന കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് എന്താ സ്റ്റുഡൻറ് റിലേഷൻ വഴി നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം, ഡെറിവേഷൻസും എല്ലാം സെറ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, പോരെ ഇതിലും അപ്പുറം എന്താണുള്ളത് അല്ലേ. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 33 വർഷം പാരമ്പര്യമുള്ളതാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്സ് എന്ന് പറയുന്നത് അല്ലേ. ബോബി ബുക്സിൻ്റെ എക്സാമിനർ ബുക്സ് നിങ്ങളുടെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും എല്ലാവരും മിസ്സൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് എക്സാമിനറിൻ്റെ ബുക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ബുക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇതാ ഈ കംപ്ലീറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി ഇതിൻ്റെ കംപ്ലീറ്റ് ബുക്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഫുൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, NCERT എക്സാമ്പിൾസ് കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ വേറെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ബുക്സ്. സോ ഇത് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സെപ്പറേറ്റ്ലി വാങ്ങിക്കാതെ നമ്മുടെ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണെന്നാണ് മിസ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ബുക്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് മനസ്സിലാക്കാം.
റെഡിയാണോ? അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മക്കളെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അല്ലേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടാവും എന്തൊക്കെയാണ്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ബാച്ചിനെ പറ്റി ഉണ്ടെങ്കിൽ 7592021021 എന്ത് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് സംസാരിക്കുക തന്നെ ചെയ്യാം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും കംപ്ലീറ്റ് ഡൗട്ട്സ് ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഉള്ളത് എല്ലാ ഡൗട്ട്സുകളും തീർത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാച്ചിൻ്റെ ഫീസ് 6,000 റുപ്പീസാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതാണ് നമ്മുടെ 4,000 റുപ്പീസിലേക്ക് കുറച്ചിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഓഫറാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിനർ എന്ന് പറയുന്നത് തുടങ്ങിയത് തന്നെ ഒരേ ഒരു മോട്ടീവ് വെച്ചുകൊണ്ടാണ്. എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അഫോർഡബിൾ ഫീസിലല്ലേ. നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കുറേ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പം അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഏറ്റവും മാക്സിമം അഫോർഡബിൾ ആയിട്ട് മക്കൾക്ക് എങ്ങനെ കിട്ടാൻ വേണ്ടി പറ്റും, യൂസ്ഫുൾ ആയിട്ട് നല്ല മാർക്കോട് കൂടെ പാസ്സാവുക എന്നുള്ളത് തന്നെയാണല്ലേ. ഫുൾ മാർക്ക് തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടണം, അതും അഫോർഡബിൾ ആയിട്ട് കിട്ടണം. അപ്പം അതുകൊണ്ട് മാത്രമാണ്, അതാണ് മെയിൻ ആയിട്ട് എക്സാമിനറിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. എല്ലാവരും പഠിക്കണം അല്ലേ, പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം. അപ്പം 4,000 റുപ്പീസാണ് ഫീസ്. ഇത് ലിമിറ്റഡ് ഓഫറാണ്. ഇത് തിരിച്ചു മാറാം, 6,000 റുപ്പീസിലേക്ക് മാറാം. അപ്പം നിങ്ങൾക്ക് അല്ലേ ചിലപ്പോൾ +2 പകുതി ആയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല അല്ലേ, എന്നെ കൊണ്ട് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല ദാസ എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എക്സാമിനറിൽ സീറ്റുകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നില്ല. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ്സിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തത് കൊണ്ട് അപ്പം തന്നെ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നല്ലത് എന്നാണ് തോന്നുന്നത്. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ. ഇനി കുറേ പേരുണ്ട് നമ്മുടെ നീറ്റിനും കീമിനും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പം നീറ്റിനും കീമിനും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് നമ്മുടെ +2 വേദ ബാച്ചിലർ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അയ്യോ ഞാൻ +1 ഒന്നും പഠിച്ചിട്ടില്ല, നീറ്റിന് വേണ്ടി നീറ്റിൻ്റെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് +2ൻ്റെ വേദ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്ന് തോന്നും നിങ്ങൾക്ക് അല്ലേ. മിസ് ഒരു കാര്യം പറയാം, നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റിപ്പീറ്റിനായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ കീമും നീറ്റും എന്തായാലും ഒന്ന് എഴുതി നോക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ എന്നറിയണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം അവർക്കൊക്കെ ഒരു സെൽഫായിട്ട് എന്നെക്കൊണ്ട് ഈ സാധനം നടക്കുമോ എന്നറിയണം എന്നുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് എഴുതിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ കീമും നീറ്റും പോയിട്ട് ഞാൻ എന്തായാലും പഠിക്കുന്നൊന്നും ഞാൻ വെറുതെ പോയി എഴുതുന്നുണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കാം എന്ന് പറയുന്നവർക്ക് മിസ് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ കൂടെ ആ വർഷം നല്ലപോലെ പഠിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെക്കൊണ്ട് പറ്റുന്ന പണിയാണോ ഇത്, ഞാൻ റിപ്പീറ്റിന് പോയാൽ നടക്കുമോ എന്നറിയുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു എന്താണ് ഒരു വർഷം കൂടെ ഒന്നും കൂടെ ഒന്ന് നോക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്കൊക്കെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ് കേട്ടോ നമ്മുടെ നമ്മുടെ +2 വേദ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നെ കൊണ്ട് ഈ സാധനം നടക്കുമോ എന്ന് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മക്കളെ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അത്ര മാത്രമേ പറയാൻ മിസ്സിനുള്ളൂ. അപ്പോൾ കീമാണെങ്കിലും നീറ്റാണെങ്കിലും, ഇപ്പോൾ കീമിനാണെങ്കിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ബെസ്റ്റ് റാങ്കുകളായിട്ടുള്ളത് ഫസ്റ്റ് ട്രൈയിൽ തന്നെ കിട്ടിയവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കാലിബറിനനുസരിച്ച് മാത്രമാണ് ഇത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ +2 വേദ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് കിട്ടുമെന്ന് മിസ് ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നോ, നിങ്ങളുടെ കാലിബർ എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ച് മാത്രം തന്നെയാണ് അതിൻ്റെ റാങ്കും കാര്യങ്ങളും വരിക. പക്ഷേ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് ആയിരിക്കും, അത് മിസ്സിന് ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങളെങ്ങനെ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ ട്രാക്ക് ചെയ്ത് എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നതിനായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ +2 വേദ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് +2 ഉയരെ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. മിസ് പറഞ്ഞ പോലെ ഫുൾ ചാപ്റ്ററും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിന് പുറമെ നിങ്ങൾക്ക് നീറ്റിൻ്റെയും കീമിൻ്റെയും എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നീറ്റാണെങ്കിലും കീമാണെങ്കിലും ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നമ്മുടെ DPBs നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് വീഡിയോസ് ആയിട്ടും അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റിന് കുറേ പ്രൈസസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ പ്രൈസിനെങ്കിലും അല്ലെ, പ്രൈസൊക്കെ കിട്ടുന്നതാകുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസസ് ഒക്കെ ഉണ്ടായിരിക്കും. ടെസ്റ്റുകളിൽ ഇങ്ങനെ മാർക്ക് കുറയുന്ന സമയത്ത് നമുക്ക് കൂട്ടാനുള്ള ആ ഒരു ടെൻഡൻസി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇനി കംപ്ലീറ്റ് ആയിട്ട് മന്ത്ലി ചിലപ്പോൾ മൊത്തത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത് മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ
ഒരുപാട് നമ്മൾ വെറുതെ ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതിലല്ല കീമും നീറ്റും ഉള്ളത്. എന്താണ്, ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ എഴുതുക, ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പം +2ൻ്റെ വേദ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, വന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കണം, അയ്യോ എനിക്ക് പറ്റുമോ, എനിക്ക് വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ മിസ് പറയുന്നു നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ പാരൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് അതുപോലെ തന്നെ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക, വരിക, ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാരെങ്കിൽ താഴെ വന്ന് കമൻറ്റ് യെസ് മിസ് ഓൾറെഡി ജോയിൻഡ് ആണെന്ന് പറയാം. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഐ വിൽ ജോയിൻ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ +2 വേദ ആൻഡ് ഉയരെ ബാച്ച് പഠിക്കാം. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഒരു ഡ്രീമിലേക്കുള്ള ഒരു ചവിട്ടുപടി അല്ലേ, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് ആ ഒരു ഡിസിഷൻ, ചിലപ്പോൾ ഒരു ഡിസിഷൻ ആയിരിക്കും അല്ലേ നമ്മുടെ ലൈഫെ മാറ്റിമറിക്കുന്നതെന്ന് പറയില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് തോന്നത്തില്ലെന്ന് മിസ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.